ചുരുളഴിയുന്ന ഓരോ മൊമെൻറ്റ്സും ഇറ്റ് വാസ് ഫെൻറ്റാസ്റ്റിക്. അതാ പറഞ്ഞത്, എനിക്ക് എന്താ പറയുക, ഒരു എന്തോ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ടെയിൽ കണ്ടിറങ്ങിയ ഒരു രീതിയായിരുന്നു. കൊള്ളാം, നല്ല പടം. എനിക്ക് അജയൻ്റെ ക്യാരക്ടർ കൊള്ളാം. ആക്ടിങ് ഒക്കെ അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. പിന്നെ 3D നമ്മൾ കണ്ണാടിയൊക്കെ വെച്ച് ആദ്യമായിട്ടാണ്, അത് നൈസായിരുന്നു. ടോവിനോനെ പറ്റി തന്നെ പറയേണ്ടത്. പിന്നെ ആക്ടിങ് അടിപൊളിയായിരുന്നു. പിന്നെ എന്താ ഗ്ലാസ്സൊക്കെ വെച്ച് നൈസായിരുന്നു. നല്ല മൂവിയാണ്. നല്ല മൂവിയായിരുന്നു. നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ഇതായിരുന്നു. കൊള്ളാം, ഇഷ്ടമായി. കുഴപ്പമില്ല, നല്ല മേക്കിങ്ങാണ്. അവരുടെയൊക്കെ നന്നായിരുന്നു. 3D കുഴപ്പമില്ല, എന്നാലും 2D കണ്ടാലും വലിയ വിഷയം കാണൂലെന്ന് തോന്നുന്നു. എനിക്ക് ഫീൽ ചെയ്തോളൂ, 3Dയുടെ ഒരു ഇത് വന്നിട്ടില്ല. ടൊവിനോയുടെ ആക്ടിങ് നല്ലതായിരുന്നു. പിന്നെ സുരഭി ലക്ഷ്മി നല്ലതായിരുന്നു, എനിക്കിഷ്ടമായി അവരുടെ ക്യാരക്ടർ. പിന്നെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, നന്നായിട്ടുണ്ട്. ഇല്യൂഷൻ ഉണ്ട്, നല്ലൊരു ഇല്യൂഷൻ തരണുണ്ട് ആ സിനിമയിൽ. സിനിമ കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയൊരു പടമാണ്. ഒരു വിഷ്വൽ, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയൊരു സിനിമയാണ്. എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. സുരഭി ലക്ഷ്മിയും ടൊവിനോയും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ കൃതി ഷെട്ടിയും അത്യാവശ്യം പുള്ളിക്കാരി ഒരു മലയാള തനിമ എന്നുള്ളൊരു ലുക്ക് തോന്നി, നന്നായിട്ടുണ്ടായിരുന്നു. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. 3D എഫക്റ്റ് നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ 3Dക്കുള്ളതുണ്ട്. പക്ഷേ ഞാൻ 2D കണ്ടിട്ടില്ല, പക്ഷേ 3D കുഴപ്പമില്ല. മണിയൻ കഥാപാത്രം അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റോറി കുഴപ്പമില്ല, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എഫിൽ കുറച്ച് കളർ ഗ്രേഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് പ്രശ്നമില്ല. നല്ല മണിയും ക്യാരക്ടർ നല്ല ചെയ്തിട്ടുണ്ട്, നല്ല പടമായിരുന്നു. എടുത്തു പറഞ്ഞത് എൻ്റെ സിനിമാറ്റോഗ്രാഫി കൊള്ളാം, വിഷ്വൽസ് കൊള്ളാം. പിന്നെ ടോവിനോൻ്റെ ആക്ടിങ്, മണിയൻ്റെ ആക്ടിങ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പടം. ടോവിനോയുടെ 50ാമത്തെ ചിത്രമാണ്. അപ്പോൾ 50 ചിത്രത്തിന് വേണ്ടി ടോവിനോ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ടോവിനോയുടെ എഫേർട്ടെല്ലാം നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് പോകുന്നൊരു കിടിലൻ സിനിമയാണ്. പിന്നെ 3D എഫക്ട്സ് ഒക്കെ അത്യാവശ്യം വർക്കായിട്ടുള്ളത്. വലിയ രീതിയിൽ 3D ഇല്ല, പക്ഷേ 2D കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത്. 3Dയെക്കാട്ടിലും 2D ആയിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ടൊവിനോയുടെ പെർഫോമൻസ് ബേസിൽ മണിയൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു രക്ഷയില്ല. ടൊവിനോ ഫുള്ളായിട്ട്, ടൊവിനെ നമുക്ക് കാണാൻ പറ്റില്ല. മണിയൻ എന്ന് പറയുന്ന ക്യാരക്ടറിൽ മണിയനെ മാത്രമേ കാണാൻ പറ്റൂ. സാധാരണ നമ്മൾ മോഹൻലാലൊക്കെ ഓരോ ക്യാരക്ടർ ചെയ്യുന്ന കണക്ക് ആ ഒരു ടൊവിനോയുടെ എങ്ങും ഒരു കട്ടും ഒന്നും കാണാൻ പറ്റില്ല. ഫുള്ള് മണിയൻ എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് ടൊവിനോ ഇറങ്ങി ചെന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാകാൻ പറ്റും. ഫുള്ള് ആ ഒരു ബോഡി ലാംഗ്വേജ് ആയാലും അതിനുവേണ്ടിയുള്ള ഒരു സ്ലാങ് ആയാലും. പിന്നെ ടൊവിനോ 3 ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിലും 3 ക്യാരക്ടറിന് വേണ്ടി ടൊവിനോ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വോയിസ് മോഡുലേഷനാണ് ചെയ്തേക്കുന്നത്. കേൾക്കാൻ പറയാൻ പറ്റും. ഒരു സിനിമയെ ഒരു ക്യാരക്ടറിൽ നിന്ന് ഒരു ക്യാരക്ടറിലോട്ട് വരുമ്പോൾ വോയിസ് മോഡുലേഷൻ പക്കായിട്ട് ടൊവിനോ മാറ്റി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ നടി ഓക്കെയാണ്, നടി ഒരു അത്യാവശ്യം പെർഫോമൻസാണ്. പിന്നെ ടൊവിനോയ്ക്ക് വേണ്ടി ടൊവിനോയുടെ ഒപ്പം തന്നെ ബേസിൽ നിന്നിട്ടുണ്ട്. ബേസിൽ ടൊവിനോയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ സപ്പോർട്ടിങ് റോളായിട്ടാണ് ടൊവിനോ ബേസിൽ ചെയ്തേക്കുന്നത്. ബേസിൽ അടിപൊളി ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചേക്കുന്നത്. 3D ഓൾമോസ്റ്റ് വർക്കിംഗ് ആണ്. ഞാൻ കണ്ടത് പടം സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ കണ്ടന്റ് എന്തോ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ഇട്ടാണ്. അപ്പം അവർ ആദ്യം വന്ന് 3Dയിൽ എന്തെങ്കിലും ഇഷ്യൂ കാണുമായിരിക്കും, പിന്നെ ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ കണ്ടപ്പം ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു 3Dയിൽ. വേറെ സീൻസ് ഒന്നുമില്ല, ചില സീൻ മാത്രമേ 3D ഉള്ളൂ. ഫുള്ളായിട്ട് 3D ഒന്നുമില്ല. എങ്കിലും മലയാളം മൂവീസിൽ ഇറങ്ങിയത് വെച്ച് നോക്കുമ്പം മൈഡർ കുട്ടിച്ചാത്തനെക്കാട്ടിലും കുറച്ചും കൂടെ 3D എഫക്ട്സ് ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ 2D കണ്ടാലും കിടിലമായിരിക്കും. നല്ല മൂവിയായിരുന്നു. ടൊവിനോ ഭയങ്കര നന്നായിട്ടുണ്ടായിരുന്നു. 3 ക്യാരക്ടേഴ്സും ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. നല്ല മൂവിയാണ് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. 3D വളരെ നന്നായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.